ഭിന്നതാ വിവാദങ്ങൾക്കിടെ ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കലാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നാം. അലക്സ്, വിവരങ്ങൾ. ഉന്മേഷ, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന ബി.ജെ.പിയിൽ ഭിന്നത, വിഭാഗീയത മറനീക്കി പുറത്തു വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. തൃശൂരിൽ ചേർന്ന നേതൃയോഗത്തിനും അതിനുശേഷം ചേർന്ന അവൈലബിൾ കോർ കമ്മിറ്റിയിലും ഈ സുരേന്ദ്രൻ മുൻ അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രനെയും അതുപോലെ വി മുരളീധരനെയും ക്ഷണിച്ചിരുന്നില്ല. ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. അങ്ങനെ ബി.ജെ.പിയിൽ ഭിന്നത ഉണ്ട് എന്ന തരത്തിൽ വ്യാപകമായി തന്നെ ഈ വിഭാഗത്തിന്റെ എതിർപ്പ്, അത് വി മുരളീധര വിഭാഗത്തിന്റെ എതിർപ്പ് പുതിയ നേതൃത്വത്തിനെതിരെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതിയ കോർ കമ്മിറ്റിയുടെ പ്രസക്തി. പ്രത്യേകിച്ച് സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നാളെ കോർ കമ്മിറ്റി ചേരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റിയിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും പങ്കെടുത്തിരുന്നില്ല. അത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഇല്ലാതെ എങ്ങനെ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കാകും, അവരെ പറ്റി ആലോചിക്കാനാകും എന്ന വിമർശനം ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും അതുപോലെ പി സുധീറും ഒക്കെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം അവർ നടത്തിയിരുന്നു. അങ്ങനെ സംഭവബഹുലമായ പശ്ചാത്തലത്തിലാണ് നാളെ കോർ കമ്മിറ്റി ചേരുന്നത്. നാളെ രാവിലെ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിലാണ് ഈ യോഗം. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നാളെ അറിയാൻ സാധിക്കും. എങ്ങനെയാണ് കെ സുരേന്ദ്രനും അതുപോലെ വി മുരളീധരനും ഒക്കെ ഈ നീക്കത്തെ കാണുന്നതെന്നുള്ള കാര്യം നാളെ വ്യക്തമാകും. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.